ഹലോ. ഇന്ന് ചൊവ്വാഴ്ച രാവിലെ സമയം 10 മണി കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കാണാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും മുട്ട ഓംലെറ്റ് റോസ്റ്റാണ്. മുട്ട പുഴുങ്ങിയില്ല, മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് റോസ്റ്റിൻ്റെ മസാല എല്ലാം വെച്ചിട്ട് അതാണ് കഴിച്ചത്. നമുക്ക് വീഡിയോ കാണാം. മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. 2 സവാള ഘനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് ഒരു പച്ചമുളകും കൂടി ചേർത്ത് വഴറ്റുക. 2 ടേബിൾ സ്പൂൺ എണ്ണ, ടീസ്പൂൺ തീരെ കുറവാണ്, 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് വഴറ്റുമ്പോൾ ഇതിലേക്ക് പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 കഷ്ണം പട്ട, ഗരം മസാല, കുരുമുളക് ഇതൊന്നും ചേർക്കുന്നില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഒരുപാട് സ്പൈസസ് വേണ്ട. ഇതിലേക്ക് ഉള്ളി വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് വേവിച്ച് അപ്പോഴേക്കും സവാള നല്ലതുപോലെ വെന്തിരിക്കും. ഈ വെന്ത ഈ കൂട്ടിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി, വാളൻ പുളി പിഴിഞ്ഞൊഴിച്ച് അതും കൂടെ ചേർത്ത് ഒരു 1/4 കപ്പിൽ കൂടുതൽ വേണം. ഇനി ഇതും വെന്തു പറ്റണം, ചാറ് കുറുകണം. ഇതിലേക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കാം, അല്ലെങ്കിൽ തക്കാളി ചേർക്കാം. തക്കാളിക്ക് വിലയും തക്കാളി സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. ഒരല്പം പുളിരസം വേണമല്ലോ, അതുകൊണ്ട് തക്കാളി ഇല്ലാതെ നമുക്കൊരു കറി ഉണ്ടാക്കാൻ വയ്യാത്തൊരു സാഹചര്യമായി തീർന്നു. തക്കാളിക്ക് കിലോയ്ക്ക് 90 അതുകൊണ്ട് അല്പം പുളി ചേർത്തത്. ഇവിടെ ഞാനൊരു മുട്ട പുഴുങ്ങാൻ, ഒരു മുട്ടയായിട്ട് ഞാൻ ഹസ്ബൻഡ് ഇത് ഫുഡ് കഴിച്ച് കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പം ഒരു മുട്ടയായിട്ട് പുഴുങ്ങാൻ പ്രയാസമായതുകൊണ്ട് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയതിലേക്ക് ഈ പുളിവെള്ളം ചേർത്ത നമ്മുടെ ഈ മസാല വെന്ത ചാറ് കുറുകുമ്പോൾ ഉപ്പും ക്രമീകരിച്ചിട്ട് ഉപ്പ് പാകത്തിനാക്കിയിട്ട് ആ മസാല ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയതായ മസാല ഉള്ളിയും ചാറോടും കൂടി എടുത്തു കഴിഞ്ഞ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, ഏതിൻ്റെ കൂടെയും കഴിക്കാം. ഇന്ന് ഞാൻ പൂരിയുടെ കൂടെയാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അല്പസമയം വെച്ചിരുന്നാൽ ഇതിനകത്തെ ആ മസാലയൊക്കെ ആ മുട്ടയിലോട്ടും ആവും. അപ്പോൾ ഇന്ന് പൂരി ഉണ്ടാക്കാനായിട്ട് ചപ്പാത്തി മാവ് നല്ല തിളച്ച വെള്ളത്തിൽ 1 ഗ്ലാസ് പൊടിയിൽ 1 ടീസ്പൂൺ എണ്ണയും ചേർത്ത് കുഴച്ച് ആ ഒരു ചപ്പാത്തിയുടെ വലിപ്പത്തിൽ ഞാൻ 5 ചപ്പാത്തി മാവ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അത് 2ആക്കി, അതായത് ഓരോ ഉരുളകളും ഈ 2ആക്കി 10 പൂരിക്കുള്ള ഉരുളകൾ ഞാൻ ശരിയാക്കി അത് പരത്തി എന്നിട്ട് എണ്ണയിൽ വറുത്തെടുക്കുകയാണ്. ചപ്പാത്തി തന്നെ ദിവസമായാലും വല്ലപ്പോഴും ചേഞ്ച് വേണമല്ലോ, അതുകൊണ്ട് ആവശ്യത്തിന് ഇതിന് റവയോ മറ്റൊന്നും തന്നെ ചേർക്കുന്നില്ല. ഗോതമ്പൊടി, ഉപ്പ്, വെള്ളം, തിളച്ച വെള്ളമാണ്. എന്നിട്ട് 1 ടീസ്പൂൺ എണ്ണ, സൺഫ്ലവർ ഓയിൽ, ഇത്രയും കൂടി ചേർത്ത് കുഴച്ച് വെച്ചതാണ്. അതിനെയാണ് ഞാൻ 2ആയിട്ട് ഓരോ ചപ്പാത്തി മാവിൻ്റെ ഉരുളയും 2ആക്കിയിട്ട് എണ്ണയിൽ വറുത്ത് ഒരു മീഡിയം ഫയറിലായിരിക്കണം. നല്ല സൂപ്പറായിട്ട് നല്ല പുറകളോട് കൂടി തന്നെ പൂരി നല്ലതായിട്ട് പൊള്ളി വരും. നല്ല സോഫ്റ്റാണ്. ഇതിനകത്ത് മറ്റ് നല്ലതുപോലെ ബബിളാകാൻ വേണ്ടിയൊക്കെ പല ഇൻഗ്രീഡിയൻസും പലരും ചേർക്കും. ഞാൻ സാധാരണ ഇതൊന്നും ചേർക്കാറില്ല. ഈ ചപ്പാത്തിയുടെ മാവ് തന്നെയാണ് ഞാൻ പൂരിയായിട്ടും എടുക്കുന്നത്. ഒരു എണ്ണ വറുത്ത് കഴിഞ്ഞ് ഈ മുട്ട ഓംലെറ്റ് റോസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്, നല്ലതായിട്ട് ഒറ്റ കുമ്പളയായിട്ട് അത് പൊള്ളി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ബാക്കി പൂരിയോടും കൂടെ നമുക്ക് ചുട്ടെടുക്കാം. സമയം ഇപ്പോൾ 10:30 മണിയൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. മുട്ട ഓംലെറ്റ് റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ പൂരിയും കൂടെ ഉണ്ടോ, 3 പൂരി 4 പൂരിയൊക്കെ കഴിക്കാം. 4 പൂരിയായാലും 2 ചപ്പാത്തിയുടെ അത്രയും മാവേ ആകത്തുള്ളൂ. അത് കൂട്ടി നമുക്ക് അതൊക്കെ ഞാൻ കഴിക്കാൻ പോവാണ്. എല്ലാ പൂരിയും ചുട്ടു വെച്ച് കഴിഞ്ഞതിന് ശേഷം കഴിക്കാമെന്ന് തീരുമാനിച്ചു. പൂരിയെല്ലാം ചുട്ടു, എല്ലാം നല്ല കുമ്പളോട് തന്നെ വന്നു. മുട്ട ഓംലെറ്റ് റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാം. നല്ല സോഫ്റ്റ് പൂരിയാണ്.
പെട്ടെന്ന് പൂരി കഴിക്കണം തോന്നുമ്പോൾ ചപ്പാത്തിയുടെ മാവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചപ്പാത്തി മാവ് ഇതുപോലെ തന്നെ കുഴച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ പൂരി ഉണ്ടാക്കാം. ടേസ്റ്റാണ്. അല്പം എണ്ണയൊക്കെ ഉണ്ട്. എണ്ണയില്ലാതെ നമുക്ക് പൂരി ഉണ്ടാക്കാൻ ഒക്കത്തില്ലല്ലോ. അപ്പോൾ കഴിക്കട്ടെ. താങ്ക് യു.